കമ്മീഷനിങ്ങിന് വേണ്ടി നമ്മുടെ ടേബിളിൽ EVM എന്ന് പറയുന്ന 3 ഡിവൈസുകളാണ് എത്തിച്ചേരുന്നത്. ഏതൊക്കെയാണ് ആ ഡിവൈസുകൾ? ഒന്ന് കൺട്രോൾ യൂണിറ്റ്, 2 ബാലൻസ് യൂണിറ്റ്, 3 VVPAT. ഇതാണ് കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു. കൺട്രോൾ യൂണിറ്റിന്റെ മുകളിലുള്ള ഡിസ്പ്ലേ പാനലിന്റെ തൊട്ട് താഴെയുള്ള ഈ സെക്ഷൻ എന്താണ്? ബാറ്ററി സെക്ഷൻ. ഇപ്പുറത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് വേണ്ടിയുള്ള കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷൻ, അതായത് കാൻഡിഡേറ്റ് സെറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഇരിക്കുന്ന ആ ഒരു കമ്പാർട്ട്മെന്റ്. അത് റിസൾട്ട് സെക്ഷൻ എന്നാണല്ലോ പറയുന്നത്. അതിനുള്ളിൽ എന്തൊക്കെയുണ്ട്? 3 കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചിട്ട് ക്ലോസ്, റിസൾട്ട്, ക്ലിയർ. അങ്ങനെ 3 പ്രധാനപ്പെട്ട ബട്ടണുകൾ ഉള്ളതാണ്. അതിന്റെ ആവശ്യമൊക്കെ അറിയാലോ. ക്ലോസ് ബട്ടൺ എന്തിനാ? ക്ലോസ് ചെയ്യാൻ. റിസൾട്ട് അറിയാം. ക്ലിയർ ചെയ്യാൻ. ഒരു പക്ഷേ നമുക്ക് ഈ ബട്ടൺസിന്റെ ആവശ്യം ഉണ്ടാകാം. കമ്മീഷനിങ്ങിന്റെ ആണ്. നോർമലി വേണ്ടിയില്ല. ചിലപ്പോൾ ഒരു ഇൻവാലിഡ് മെസ്സേജ് ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മൾ കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇൻവാലിഡ് ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ക്ലോസ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യേണ്ടി വരും. അതിന്റെ ഡിസ്പ്ലേ കഴിയുമ്പോൾ റിസൾട്ട് ഒന്ന് പ്രസ് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞു ക്ലിയർ ബട്ടൺ പ്രസ് ചെയ്യേണ്ടി വരും. അതായത് ചിലപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വോട്ട് ചെയ്തതൊക്കെ കിടക്കുകയാണ് എങ്കിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ തടസ്സം ഉണ്ടാകും. അതാണ് ഇൻവാലിഡ് കാണിക്കുന്നത്. അതിന് നമ്മൾ പരിഹാരം ഉണ്ടാക്കുന്നത് എങ്ങനെ പരിഹാരം? ഈ പറഞ്ഞ CRCയിലൂടെ. ഇത് ഏറ്റവും താഴെ വലിയ ബട്ടൺ എന്താണ്? കൺട്രോൾ യൂണിറ്റിലെ ഈ ബട്ടൺ ബാലൻസ് ബട്ടൺ. പിന്നെ ഇപ്പുറത്ത് ടോട്ടൽ. ഇത് എങ്ങനെ പവർ ഓൺ ചെയ്യും എന്നുള്ളത് ബാക്ക് സൈഡിലുള്ള മുകളിലുള്ള ഈ കമ്പാർട്ട്മെന്റ് തുറക്കണം. തുറന്നു കഴിയുമ്പോൾ ഇതിനകത്ത് സ്റ്റീൽ കളറിലുള്ള ടോഗിൾ സ്വിച്ച് എന്നാണ് ഇതിന്റെ പറയുന്ന പേര്. അത് പവർ ഓൺ പൊസിഷനിലേക്ക് ഇടുക. അപ്പം കൺട്രോൾ യൂണിറ്റ് ആയി. ബാലൻസ് യൂണിറ്റ് ഇതാണ്. അപ്പൊ ഇതിന്റെ പെട്ടിയിൽ നിന്ന് പുറത്തെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞില്ല. അതറിയാലോ. പെട്ടിയിൽ നിന്നും പുറത്തെടുക്കുന്നത് എങ്ങനെയാണ്? ഇതാണ് നമ്മുടെ കൺട്രോൾ യൂണിറ്റിന്റെ പെട്ടി. അതിന്റെ ഹോൾഡ് പിടി ഇതാണ്. ഇതിന്റെ ഇരുവശങ്ങളിലായിട്ട് 2 ലാച്ചുകളുണ്ട്. ആ ലാച്ചുകൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ലോക്ക് റിലീസായി നമുക്കിതങ്ങ് തുറക്കാം. അപ്പൊ നമ്മുടെ ടേബിളിൽ ഒരു കൺട്രോൾ യൂണിറ്റ്, ഒരു ബാലൻസ് യൂണിറ്റ്, ഒരു VVPAT വരുമ്പോൾ നമ്മൾ പെട്ടി തുറന്ന് അത് പുറത്തെടുക്കാം. ബാലൻസ് യൂണിറ്റിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. ഇതാണ് ബാലൻസ് യൂണിറ്റ്. ബാലൻസ് യൂണിറ്റിന്റെ ഏറ്റവും മുകളിൽ ചെറിയ ഗ്ലാസ് വിൻഡോ, തമ്പ് വീൽ എന്ന് പറഞ്ഞ വീൽ ഉൾക്കൊള്ളുന്നതാണ് ഇവിടെ. എന്തിനാണ് തമ്പ് വീല്? ഒന്നിലധികം ബാലൻസ് യൂണിറ്റുകൾ, അതായത് ഈ ഒരു ബാലൻസ് യൂണിറ്റിലൂടെ 16 സ്ഥാനാർത്ഥികൾ, അതായത് 15 സ്ഥാനാർത്ഥികളും
ഒരു നോട്ടയും കൂടി ചേർന്ന് 16 സ്ഥാനാർത്ഥികൾക്ക് എന്ത് മതി? ഈ ഒരു ബാലറ്റ് യൂണിറ്റ് മതി. ഇനി എങ്ങാനും 16 മുകളിൽ സ്ഥാനാർത്ഥികൾ വന്നു കഴിഞ്ഞാൽ ഒരു ബാലറ്റ് യൂണിറ്റ് കൂടി കൊണ്ടുവരും. അങ്ങനെ ഒരു ബാലറ്റ് യൂണിറ്റ് കൂടി വന്നു കഴിഞ്ഞാൽ ഈ തമ്പുവീലിന്റെ ഒന്നാമത്തെ തമ്പുവീലിൽ 1 എന്നും രണ്ടാമത്തേത് 2 എന്നും വെക്കേണ്ടി വരും. അപ്പൊ ഈ തമ്പുവീലിൽ നോക്കിയാൽ കാണാം 0, 1, 0, 2 അങ്ങനെ നമ്മൾ തിരിച്ചിടാൻ പറ്റും. ആദ്യം നമുക്കിവിടെ ഒരു ബാലറ്റ് യൂണിറ്റ് മാത്രമാണ് വേണ്ടത്. അതുകൊണ്ട് തമ്പുവീൽ എങ്ങനെ ഇടും? 0, 1. അത് നമ്മൾ അങ്ങനെ ഇട്ടിരിക്കണം. ഇത് സീൽ ചെയ്യുന്ന സമയത്തൊന്നും ഒരിക്കലും അത് 02 എന്നുള്ള അവസ്ഥയിലോട്ട് മാറാൻ പാടില്ല. മാറിയാൽ ഇത് പ്രോപ്പർ ആയിട്ട് എവിടെ വർക്ക് ചെയ്യില്ല, പോളിംഗ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യില്ല. ഈ കാണുന്ന ബ്ലൂ കളറിലുള്ളതാണ് കാൻഡിഡേറ്റ്സിന് വോട്ട് ചെയ്യാനുള്ള ബട്ടൺ. കാൻഡിഡേറ്റ് ബട്ടൺ എന്നാണ് പറയുന്നത്. ഇത് ട്രാൻസ്പെയറന്റ് ഡോറാണ്. ഈ ട്രാൻസ്പെയറന്റ് ഡോറ് തുറന്നിട്ടാണ് ബാലറ്റ് ലേബൽ നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഓരോ LACയിലേക്കും തയ്യാറാക്കുന്ന ബാലറ്റ് പേപ്പറിന്റെ അടിസ്ഥാനത്തിൽ ആ ബാലറ്റ് ലേബൽ ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. VVPAT കുറിച്ച് നമുക്കൊന്ന് പെട്ടെന്ന് മനസ്സിലാക്കാം. ഇതാണ് VVPAT, വോട്ടർ വെരിഫയബിൾ പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന ഒരു വോട്ടർ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ താൻ ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്ന് ഒരു പേപ്പർ സ്ലിപ്പിൽ പ്രിന്റ് ചെയ്തിട്ട് ഇവിടെ ലൈറ്റ് കളിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരും. അപ്പൊ ഇവിടെ ഈ പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ കമ്പാർട്ട്മെന്റ് VVPAT തുറന്നിട്ട് ഇതുപോലുള്ള പേപ്പർ റോൾ ഉണ്ട്. ആ പേപ്പർ റോൾ ഇൻസേർട്ട് ചെയ്ത് നമ്മൾ കൊടുക്കണം. VVPAT ബാക്ക് സൈഡിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. അത് ഈ കാണുന്ന ഡോർ തുറന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു ബാറ്ററി അതിന് മുകളിലായിട്ട് VVPAT ഒരു കണക്ടർ കമ്പാർട്ട്മെന്റ് ഉണ്ട്. ആ കണക്ടർ കമ്പാർട്ട്മെന്റുമായിട്ട് കണക്ട് ചെയ്യേണ്ട ഡിവൈസ് നമ്മൾ കണക്ട് ചെയ്യണം. പിന്നെ മനസ്സിലാക്കുവാനുള്ളത് VVPAT ബാക്ക് സൈഡിൽ ഒരു നോബ് കാണാൻ വരുന്നുണ്ട്. ചെറിയ ബ്ലാക്ക് കളറിലുള്ള ഈ നോബിന് 2 മോഡാണുള്ളത്. ഒന്ന് ട്രാൻസ്പോർട്ടിംഗ് മോഡ്, 2 വർക്കിംഗ് മോഡ്. എന്താണെന്ന് അപ്പോൾ ആ മോഡുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാം. VVPAT ബാക്ക് സൈഡിലുള്ള നോബ് ട്രാൻസ്പോർട്ടിംഗ് മോഡ്. ഇത് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ VVPAT ട്രാൻസ്പോർട്ടിംഗ് മോഡിൽ ഇട്ടിരിക്കണം. എന്തുകൊണ്ട്? ട്രാൻസ്പോർട്ടിംഗ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ VVPAT പേപ്പർ റോൾ കമ്പാർട്ട്മെന്റിൽ വെച്ചിട്ടുള്ള പേപ്പർ റോള് ഒരു സ്പിൻഡിൽ വഴി ഒരു ഹോളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ്. വാഹനത്തിൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങി ഇത് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ VVPAT വർക്ക് ചെയ്യില്ല. അപ്പൊ അതുകൊണ്ട് ഈ പേപ്പർ റോള് ഡിസ്ലൊക്കേഷൻ സംഭവിച്ചു പോകാതിരിക്കാൻ 2 ലിവറുകൾ നമ്മുടെ കൈ ഇങ്ങനെ വെച്ചിട്ടില്ലേ, 2 ലിവറുകൾ വന്നിട്ട് ഇതിനെ പിടിച്ച് നിർത്തുന്ന ലോക്കാണ് ട്രാൻസ്പോർട്ടിംഗ് മോഡ് ഇടുമ്പോൾ സംഭവിക്കുന്നത്. അങ്ങനെ പിടിച്ചു വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് പേപ്പർ വിട്ടു കൊടുക്കൂല. അപ്പൊ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് വേണം? പേപ്പർ വിട്ടു കൊടുക്കണം, പ്രിന്റ് ആകണം. അതിനുവേണ്ടി ആ ട്രാൻസ്പോർട്ടിംഗ് മോഡിൽ നിന്നും നേരെ വർക്കിംഗ് മോഡിലോട്ട് മാറ്റണം. വർക്കിംഗ് മോഡ് എങ്ങനെ നിൽക്കും? ഇങ്ങനെ പറയുന്നത് വെർട്ടിക്കൽ ആയിട്ടുള്ള പൊസിഷൻ, അതായത് വർക്കിംഗ് മോഡിലേക്ക് സ്റ്റാൻഡിംഗ് ആയിട്ട് ഇട്ട് കൊടുക്കണം. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്ന വർക്കിംഗ് അല്ലേ? അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞാൽ വീണ്ടും ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കണം. ട്രാൻസ്പോർട്ടിംഗ് മോഡിലോട്ട് ഹൊറിസോണ്ടൽ ആയിട്ട് ഇട്ട് കൊടുക്കണം.
അങ്ങനെ ഇട്ട് കൊടുത്തില്ല എങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി ട്രാൻസ്പോർട്ടിംഗ് ക്വാണ്ടിറ്റി ഓൺ ചെയ്തിട്ട് വർക്ക് ചെയ്യുകയും ഇല്ല. ഈ വിവിപാറ്റിന് ഇപ്പോൾ പറഞ്ഞ ഈ പേപ്പർ റോളിലുള്ള പേപ്പർ ഓരോ വോട്ട് ചെയ്യുമ്പോൾ പ്രിന്റ് ചെയ്ത് സ്ലിപ്പ് വരുമെന്ന് പറഞ്ഞല്ലോ. അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടായിട്ട് ബാലറ്റ് സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഈ കമ്പാർട്ട്മെന്റിന്റെ ഉള്ളിൽ വന്ന് വീഴണം. ഇതാണ് 1200 വോട്ട് ചെയ്താൽ ഇതിനകത്ത് ആ സ്ലിപ്പുകൾ വന്ന് വീഴണം. ഈ വിവിപാറ്റ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ടെസ്റ്റ് റിപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട് സ്ലിപ്പുകൾ ഓട്ടോമാറ്റിക് പ്രിന്റ് ആയി വരും. എത്രണ്ണം? 7 എണ്ണം. അപ്പൊ 3 ഡിവൈസിനെ കുറിച്ച് പറഞ്ഞല്ലോ. ഇനി നമുക്ക് കമ്മീഷനിലേക്ക് കയറാം. കമ്മീഷനിങ് നമ്മുടെ ടേബിളിൽ നടത്താൻ പോവുകയാണ്. അതിനുവേണ്ടി ആദ്യം തന്നെ ഇതിൽ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്ന പ്രോസസ്. ബാറ്ററി കൺട്രോൾ യൂണിറ്റിൽ ഒരെണ്ണം ഇട്ട് കൊടുക്കണം. ഇതാണ് കൺട്രോൾ യൂണിറ്റ്, കുഞ്ഞൻ ബാറ്ററിയാണ്. എവിടെയാണ് കൺട്രോൾ യൂണിറ്റിന്റെ ഈ പവർ പാക്ക് ബാറ്ററി കമ്പാർട്ട്മെന്റ് തുറന്നിട്ട്, അപ്പൊ നമുക്ക് സീലൊക്കെ ഉള്ള നല്ല ബാറ്ററി തന്നിരിക്കും. ഈ ബാറ്ററിയിലേക്ക് ഈ വൈറ്റ് കളറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 ഹോളുകൾ ഉണ്ടാകും. ഇവിടെ ഈ കമ്പാർട്ട്മെന്റിൽ 3 പിന്നുകൾ ഉണ്ടാകും. ഈ 3 പിന്നുകൾ ഈ 3 ഹോളുകളിലേക്ക് കയറുന്നതിന് വേണ്ടി ഇങ്ങനെ വെച്ചു കൊടുക്കുക. നല്ലപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഈ പ്രസ്സിങ് കമ്മീഷനിങ്ങിൽ ചെയ്ത് നല്ല ടൈറ്റ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ബാറ്ററി ലൂസ് കോണ്ടാക്ട് പോളിംഗ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല. ബാറ്ററി ലൂസ് കോണ്ടാക്ട് ഉണ്ടായാൽ അവർ ഫോൺ ചെയ്യും. പ്രിസൈഡിംഗ് പോളിംഗ് ഓഫീസർമാർ, സെക്ടർ ഓഫീസർമാർ ചെല്ലേണ്ടി വരും. അങ്ങനെ ട്രബിളുകൾ ഉണ്ടാകും. അപ്പൊ ഞാൻ പറഞ്ഞ രീതിയിൽ തന്നെ എന്ന് പറഞ്ഞത് പൊട്ടുന്ന രീതിയിലേക്കും തരം പ്രയോഗിച്ചേക്കും. അപ്പൊ കൺട്രോൾ യൂണിറ്റിൽ ബാറ്ററി ഇട്ടു. ഇനി എവിടെ ഇടേണ്ട ബാറ്ററി? വിവി പാറ്റിൽ ബാറ്ററി ഇടണം. കണ്ട പ്രയാസം കണ്ട? ഇത് വൈകുന്നേരം ഊരാൻ വേണ്ടി ഡിറ്റാച്ച് ചെയ്യാൻ. അപ്പൊ പ്രിസൈഡിംഗ് ഓഫീസർമാര് പോളിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഇത് ഡിറ്റാച്ച് ചെയ്തിട്ടായിരിക്കണം റെസീറ്റ് ബാക്ക് കേന്ദ്രത്തിൽ കൊണ്ടുവരേണ്ടത്. ഇതാണ് വിവിപാറ്റ് ഇടേണ്ട ബാറ്ററി. ഇടാൻ എളുപ്പമാണ്. ഇങ്ങനെ ഒന്ന് ചരിച്ചു വെച്ചിട്ട് ഈ പറഞ്ഞ രീതിയിൽ 3 ഹോള്, 3 പിന്നുകൾ, ആ 3 പിന്നുകൾ ആ ഹോളുമായിട്ട് കണക്ട് ആവാത്ത രീതിയിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ബലം പ്രയോഗിച്ചെടുക്കണം. കൂടുതൽ ബലം വേണ്ട, എന്നാൽ ഇത് ടൈറ്റ് ആയിട്ടിരിക്കണം. അങ്ങനെ ഈ ഡോർ നമുക്ക് അടക്കാം. അപ്പൊ കമ്മീഷനിങ്ങിന് എന്തിടണം? ബാറ്ററി ഇടണം. ഒരു സ്റ്റെപ്പാണ് നടന്നത്. ഇനിയോ ബാലറ്റ് യൂണിറ്റിൽ ബാലറ്റ് ലേബൽ ഇൻസേർട്ട് ചെയ്യണം. അതിനുവേണ്ടി ഈ ബാലറ്റ് യൂണിറ്റ് ഓപ്പൺ ചെയ്യണം. ബാലറ്റ് യൂണിറ്റിന് ഈ കാണുന്ന മൊത്തത്തിലുള്ള ഒരു മെയിൻ ഡോർ ഉണ്ട്. ആ ഡോറിന്റെ ഉള്ളിൽ തന്നെ ഒരു ട്രാൻസ്പെറന്റ് അക്രിലിക് ഷീറ്റ് എന്ന് പറഞ്ഞ ട്രാൻസ്പെറന്റ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഡോർ ഉണ്ട്. ഇത് തുറക്കണമെങ്കിൽ മെയിൻ ഡോർ തുറക്കണമെങ്കിൽ മുകളിൽ ഈ കാണുന്ന കവറിംഗ് ഉണ്ടല്ലോ, അതിന്റെ ബാക്ക് സൈഡിൽ നിന്ന് ഇങ്ങനെ മേൽപോട്ട് പൊക്കിയാൽ തുറന്ന് ഇവിടെ വരും. ഇവിടെയും ഓപ്പൺ ആക്കി. അത് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ 2 ലാച്ചുകളുണ്ട്. ആ ലാച്ചുകൾ ഇങ്ങനെയാണ് നിൽക്കുന്നതെങ്കിൽ അങ്ങോട്ട് പ്രസ് ചെയ്യുക. കാണാൻ പറ്റുന്നുണ്ടോ ലാച്ച്? ഇവിടെയും ഇവിടെയുണ്ട് 2 ലാച്ച്. ഈ ലാച്ച് അങ്ങോട്ട് പ്രസ് ചെയ്യും. അപ്പൊ ഇതിങ്ങനെ തുറന്നു വരും. അങ്ങനെ മെയിൻ ഡോറ് തുറന്നു വരും. തുറന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ഗ്ലാസ് ഡോറിൽ ബാലറ്റ് ലേബൽ വെക്കണം. അതിനുവേണ്ടി ആ ഗ്ലാസ് ഡോർ തുറക്കണം. അതിനുവേണ്ടി ഗ്ലാസ് ഡോറിന്റെ 4 ലാച്ചുകൾ ഇവിടെ ഉണ്ട്. അതിൽ അങ്ങേയറ്റവും ഇങ്ങേയറ്റമുള്ള മുകളിലും താഴെയുമുള്ള
രണ്ട് ലാച്ചുകൾ ഒരുമിച്ച് അങ്ങോട്ട് പ്രസ് ചെയ്യുക, എന്നിട്ട് പുറത്തോട്ട് പ്രസ് ചെയ്യുക. അപ്പൊ അതിന്റെ ലോക്ക് വിട്ടിട്ട് പുറത്തോട്ട് പ്രസ് ചെയ്യുമ്പോൾ അതങ്ങ് പുറത്തോട്ട് ഉയർന്നിരിക്കും. ഇങ്ങനെ വരുമ്പോൾ ഈ ഗ്ലാസ് ഡോർ നമുക്ക് ഓപ്പൺ ചെയ്യാം. തന്നിട്ടുള്ള ബാലറ്റ് ലേബൽ ഓരോ ടേബിളിലേക്കും ബാലറ്റ് ലേബൽ ഓരോ തവണ കൊണ്ടുവന്ന് തരികയായിരിക്കും. അപ്പൊ ഈ ബാലറ്റ് ലേബൽ കിട്ടിയ ഉടനെ ഒന്ന് നോക്കുക, സ്ഥാനാർത്ഥിയുടെ പേരും ചിഹ്നമൊക്കെ നല്ല പ്രിന്റ് ആയിട്ട് ഇരിപ്പുണ്ടോ. അതിന്റെ ബാക്ക് സൈഡിൽ ഏറ്റവും താഴെയായിട്ട് റിട്ടേണിംഗ് ഓഫീസറുടെ ഒരു ഒപ്പ് സീൽ ഉണ്ടായിരിക്കും. ആ സിമിലിയായിരിക്കും ചിലവ് വെക്കുന്നത്. സീൽ വേണ്ട, ഒരു ഒപ്പ് അവിടെ ഉണ്ടാവണമെന്നുള്ള. എന്നിട്ട് നമുക്ക് കണ്ടാൽ അറിയാം രണ്ട് സ്ഥാനാർത്ഥികൾക്കിടയിൽ ഒരു ലൈൻ പോകുന്നുണ്ട്. കണ്ടല്ലോ, ഇതിനകത്ത് എത്ര സ്ഥാനാർത്ഥിയുണ്ട്? മൊത്തം നോട്ട് ഉൾപ്പെടെ 16. നമുക്ക് എത്രയാണോ അത്രയും, 4ആകാം 5ആകാം. അപ്പൊ ഇവിടെ 16 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ബാലറ്റ് ലേബലാണ് കിട്ടിയിരിക്കുന്നത്. അത് ഈ പറയുന്ന ഗ്ലാസ് ഡോറിന്റെ ട്രാൻസ്പെറന്റ് ഡോറിന്റെ ഈ ഭാഗത്തായിട്ട് പ്രത്യേകം തയ്യാറാക്കിയിട്ടുള്ള ഈ ഭാഗത്ത് ഇട്ട് കൊടുക്കുക. ചിലപ്പോൾ ഈ തന്നിട്ടുള്ള ബാലറ്റ് ലേബലിന് അല്പം നീളം കൂടുതലാകാം, ചിലപ്പോൾ മുകളിലായിരിക്കാം, താഴോട്ടായിരിക്കാം, അതിങ്ങനെ നീണ്ടു നിൽക്കും. നമ്മൾ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കണം. അതായത് ഈ ലൈനുകൾ ഉണ്ടല്ലോ മിഡിൽ കാണുന്ന രണ്ട് സ്ഥാനാർത്ഥികളുടെ ഇടയിലുള്ള, അതുപോലെ തന്നെ കാൻഡിഡേറ്റ് ബട്ടണുകൾക്കിടയിൽ ഒരു ഗ്രൂവ് കടന്നു പോകുന്നുണ്ട്. അറിയാവോ? കാണുന്നുണ്ടോ? ഇങ്ങനെ പോകുന്ന ഈ ലൈനും ഈ സ്ഥാനാർത്ഥികളുടെ ബാലറ്റ് ലേബൽ വെച്ചിരിക്കുന്ന ലൈനും ഇങ്ങനെ ഒരേ ലൈൻ ആകത്തക്ക നിലയിൽ ഇരിക്കണം. അതിനെ കുറിച്ചാണ് കളക്ടർ നേരത്തെ വന്ന് പറഞ്ഞത്. ഏതോ ഒരു ജില്ലയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇത് വെച്ചപ്പോ ഇങ്ങനെ ആയിപ്പോയി. ഏത് സ്ഥാനാർത്ഥിയാണ് വോട്ട് ചെയ്യുന്നതെന്ന് സംശയം ജനിക്കത്തക്ക നിലയിലായിരുന്നു. സാറ് വേണ്ട രീതിയിൽ അവരെയൊക്കെ സസ്പെൻഡ് ചെയ്തേക്കാണ് പറഞ്ഞത്. അപ്പൊ നമ്മൾ അത് നോക്കി വെക്കുക. അല്പം താഴേക്കോ മുകളിലേക്കോ നീളം ഉണ്ടെങ്കിൽ ചെറിയ രീതിയിലൊന്ന് മടക്കി പുറകിലോട്ട് മടക്കിയിട്ട് വെച്ചു കൊടുക്കുക. അതിങ്ങനെ ടൈറ്റായിട്ട് ഇരുന്നുകൊള്ളും. പിന്നെ ഈ ഡോർ അങ്ങ് അടയുന്നത് വരെ നമ്മുടെ വിരലൊന്നും ഇവിടെ ഇരുന്നു കൊള്ളട്ടെ. അടയുന്ന സമയത്ത് മാത്രം നമ്മുടെ വിരൽ മാറ്റുക. ഇല്ലെങ്കിൽ ഒരു ഡിസ്ലൊക്കേഷൻ സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി പറഞ്ഞു തന്നെയാണ്. അങ്ങനെ വെച്ചിട്ട് അമർത്തുക. ഒന്നാമത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാൻ പറഞ്ഞു. രണ്ടാമത് ബാലറ്റ് ലേബൽ ഇൻസേർട്ട് ചെയ്യുക എന്ന പ്രോസസ് നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനിയും ബാലറ്റ് യൂണിറ്റിൽ ചിലതുണ്ട് ബാക്കി. എന്തുവാ ബാക്കിയുള്ളത്? മാസ്ക് അൺമാസ്ക് ചെയ്യണം. അപ്പൊ ഇവിടെ എത്ര സ്ഥാനാർത്ഥികളുണ്ട്? നോട്ട് ഉൾപ്പെടെ 16 പേരുടെയും ഇതാണ് മാസ്ക് എന്ന് പറയുന്നത്. ഈ മാസ്കിനെ അൺമാസ്ക് ചെയ്ത് ഇങ്ങനെ വെച്ച് 5 സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ 5 എണ്ണം അൺമാസ്ക് ചെയ്താൽ മതി. ബാക്കി വൈറ്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കും, ഈ കളറിൽ നിൽക്കും. അപ്പൊ ഇവിടെ 16 നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ. അങ്ങനെ 16 സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി അൺമാസ്ക് ചെയ്ത് വെച്ചു. നേരത്തെ പറഞ്ഞ തമ്പ് വീൽ എത്രയിലിടണം? 1-ൽ. ഒന്നും കൂടി ഉറക്കെ പറഞ്ഞ 0, 1-ൽ തമ്പ് വീല് ഇട്ടിരിക്കണം. അപ്പോൾ ബാറ്ററി ഇൻസേർട്ട് ചെയ്തു, ബാലറ്റ് ലേബൽ വെച്ചു കഴിഞ്ഞാൽ, അപ്പോൾ ഈ ബാലറ്റ് ലേബൽ വെച്ച് കഴിഞ്ഞാൽ മറന്നു പോകാതെ നമ്മൾ ചെയ്യേണ്ടതാണ് എന്താണ്? ഈ പറയുന്ന 4 ലാച്ചുകൾ മിഡിലായിട്ട് 2 ഉണ്ട്. കണ്ടോ? ഈ 2 ലാച്ചുകൾക്ക് ചെറിയ ഹോളുണ്ട്. ആ ഹോളിലേക്ക് അപ്പൊ എങ്ങനെയാണ്? ഇപ്പൊ മുൻപ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ ഓർമ്മയുണ്ടാകും. ഇവിടം മുതൽ ഇവിടം വരെയുള്ള ഒരു കെട്ടായിരുന്നു നമ്മൾ കെട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ കെട്ടിന്റെ വലിപ്പം കുറച്ചിട്ട് 1 മീറ്റർ നീളം വേണ്ട, ഏതാണ്ട് 10-20 സെന്റിമീറ്റർ നീളമുള്ള തൊഴിലുണ്ടെങ്കിൽ നമുക്ക്
അതെ, ഇതും ഇതും മാത്രമാണ്. അപ്പൊ ടോയിൻ നടത്തി വിടുന്നു. നല്ല ഷാർപ്പ് ടോയിൻ ആയിരിക്കണം. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല ബ്ലേഡ് കൊണ്ട് കട്ട് ചെയ്തെങ്കിൽ മാത്രമേ അത് കടന്നു വരികയുള്ളൂ. അപ്പൊ രണ്ടു വട്ടം നല്ലപോലെ കെട്ടിയതിന് ശേഷം എന്ത് വെക്കണം? അഡ്രസ് ടാഗ്. ബാലറ്റ് യൂണിറ്റിലെ ഒന്നാമത്തെ അഡ്രസ് ടാഗ് വഴിയാണ് ഒരാള് വേണ്ട രീതിയിൽ എഴുത്തുകുത്തുക. മൊത്തം 10ഓളം അഡ്രസ് ടാഗുകൾ നമുക്ക് കമ്മീഷനിങ്ങിനാണ് വേണ്ടി. അപ്പൊ കൈയക്ഷരം നല്ല ആയിട്ടുള്ള ഒരാൾക്ക് ഇതിൽ ഏത് നിയമസഭാ മണ്ഡലം, തെരഞ്ഞെടുപ്പിന്റെ തീയതി, അതുപോലെ ഈ ബാലറ്റ് യൂണിറ്റിന്റെ നമ്പർ എന്നിവ രേഖപ്പെടുത്തി ടോയിൻ ഉപയോഗിച്ച് തന്നെ കെട്ടുക. അപ്പൊ കെട്ടിയല്ലോ. അപ്പൊ അല്പം ടോയിൻ കൂടുതലാണ്. ആ ടോയിൻ എന്ത് ചെയ്ത ഒരു ഇഞ്ച് ഇട്ടിട്ട് ബാക്കി അങ്ങ് കട്ട് ചെയ്യുക. കൈയൊന്നും മുറിക്കരുത്. എന്നിട്ട് ഇത് വെച്ചല്ലോ, ഇനി എന്ത് ചെയ്യണം? വാക്സ് ഉരുക്കി ഒഴിക്കണം. അത്രയും എല്ലാം കൂടി വെച്ചിട്ട് ഉരുക്കി അങ്ങോട്ട് ഒഴിക്കണം. അപ്പൊ ഉരുക്കി ഒഴിക്കുമ്പോൾ ഇതിന് ഡാമേജ് ഉണ്ടായിരിക്കാൻ ഒരു പോക്കറ്റ് വലിപ്പത്തിലുള്ള ഒരു കാർഡ് ബോർഡ് നമുക്ക് തരും. അതിന്റെ താഴെ ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ചെയ്യുക. പിന്നെ ഇങ്ങനെ ഇത് കിടക്കും. കാൻഡിഡേറ്റ് ബട്ടൺ നേരെ വന്ന് കിടക്കും. അങ്ങനെ വരാതിരിക്കാൻ എന്തുകൂടി പറയുന്നുണ്ട്? സെലോ ടേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങ് വെച്ചിട്ട് ഇങ്ങനെയും ഇങ്ങനെയും ഒട്ടിക്കുക. അപ്പൊ ഒന്നാമത്തെ സീലിംഗ് അഡ്വാൻസ് ആയിട്ടാണ് പറയുകയാണ്. അങ്ങനെ ഇത്രയും ചെയ്ത് നമ്മൾ തൽക്കാലം അടച്ച് വെക്കുക. ഇനി DV പാറ്റിൽ എന്തിടണമെന്ന് പറഞ്ഞായിരുന്നു? പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ്. നമ്മൾ പറഞ്ഞായിരുന്നു BCIL എഞ്ചിനീയർമാര് വന്നിട്ടുണ്ട്. അത് 250ഓളം മെഷീൻ ചെയ്യാൻ വേണ്ടി 2 പേര് വന്നു. അപ്പൊ അവരാകെ ചെയ്യുന്നത് ഈ സിംബൽ ലോഡിംഗ് എന്ന യൂണിറ്റ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പോ ഈ കാണുന്ന സ്ഥാനാർത്ഥികളുടെ ഇതേ രീതിയിൽ സിംബലുകളും പേരുകളും ഒക്കെ ലോഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ചെറിയ യൂണിറ്റ് ഉണ്ട്. മൊബൈലിൽ എത്ര കാണത്തുള്ളൂ അത് കണക്ട് ചെയ്തിട്ട് അത് ഇതിനകത്തോട്ട് കൊടുക്കും. പക്ഷേ പേപ്പർ ഇൻസേർട്ട് ചെയ്യാൻ നമ്മളോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ഇതേ പിടിച്ച് വലിക്കുമ്പോൾ കുഴപ്പമില്ല, തുറന്നു. ഇതേ പിടിച്ച് വലിച്ചിട്ട് തുറയുന്നില്ല. അപ്പോഴാണ് ആയുധം കൊണ്ടു നടക്കണം. ഇതൊരെണ്ണം എന്തായിരിക്കാം? ഇങ്ങനെ വെച്ചിട്ട് ഓപ്പൺ ആയി. അങ്ങനെ ഈ ഡോറ്, ഇതിന്റെ പേര് പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ് എന്നാണ്. ആ പേപ്പർ റോൾ കമ്പാർട്ട്മെന്റിന്റെ ഡോറ് തുറന്നിട്ട് ഇവിടെ സ്പിൻഡിൽ എന്ന് പറഞ്ഞ ഒരു ടൂളുണ്ട്. ഈ പേപ്പർ റോള് ഈ സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിലൂടെ കടത്തി വിടുക. ഇങ്ങനെ നിൽക്കും. എന്നിട്ട് ഇതിങ്ങനെ കൊണ്ട് വെച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഒരു ഹോൾഡ് ഉണ്ട്. ആ ഹോൾഡിലേക്ക് ഇട്ടങ്ങ് കൊടുക്കണം. എന്തായാലും ശരി, സ്പിൻഡില് പേപ്പർ റോളിന്റെ മിഡിലൂടെ ഇത് കടത്തി വിടുന്നു. നേരെ കൊണ്ടുവന്ന് ആ ഹോൾഡിലേക്ക് ഇട്ട് കൊടുക്കുന്നു. ഇട്ട് കാണാൻ പറ്റുന്നില്ല എങ്കിലും ഇങ്ങനെ നിൽക്കും. കണ്ടല്ലോ. എന്നിട്ട് ഈ പേപ്പറിന്റെ എൻഡ് പശ വെച്ച് ഒട്ടിച്ച് വെച്ചിരിക്കുക. നമ്മളത് ഒരു പുതിയ സാധനം പശ വെച്ച് ഒട്ടിച്ചിരിക്കുകയാണെങ്കിൽ അതെടുത്ത് ഒന്ന് എടുക്കണം, പിടിപ്പിച്ചെടുക്കണം. അപ്പൊ ഈ പേപ്പറിന്റെ അറ്റം കീറുകയെന്ന് പറഞ്ഞിരിക്കും, ഒരു ഷാർപ്പായിരിക്കില്ല. അപ്പൊ ഇവിടെ നമ്മൾ ഒന്നുകിൽ മടക്കി കട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുള്ള നൈഫ് ഉപയോഗിച്ച് ഷാർപ്പായിട്ട് കട്ട് ചെയ്യണം. കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഒരു ഗാർഡ് ഉണ്ട്. ഇതിന്റെ ഈ പേപ്പർ റോളിന്റെ അടുത്തൊരു ഗാർഡ് കാണാൻ പറ്റുന്നുണ്ടോ? ആ കാണാൻ ഈ ഗാർഡിന്റെ അടിയിലൂടെ ഈ പേപ്പർ കൊണ്ടുവരണം. കൊണ്ടുവന്നു കഴിയുമ്പോൾ ഈ പേപ്പറിന്റെ എൻഡ് കടന്നു പോകാൻ പര്യാപ്തമായ ഒരു ഗ്യാപ്പ് അവിടെ കാണും. അതിലേക്ക് ഈ പേപ്പർ ഒന്ന് കടത്തി വിട്ടുകൊടുക്കും. വിട്ടുകൊടുത്തു കഴിയുമ്പോൾ അത് പോയി ടച്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് ബോധ്യമാകും. അങ്ങനെ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ഈ നോബ് ഒന്ന് തിരിച്ചു കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് പേപ്പർ ഇങ്ങനെ വിട്ടുകൊടുക്കുക.
അപ്പൊ ഇത് സക്ക് ചെയ്ത് പിടിക്കാൻ തുടങ്ങും, എടുക്കാൻ തുടങ്ങും, പേപ്പറിനെ കറക്കി എടുക്കാൻ തുടങ്ങും. അങ്ങനെ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ആ പേപ്പർ ഇവിടെ വന്നതാണ്. പിടിയില്ല പേപ്പർ റോള്. അങ്ങനെ ഇവിടെ നോക്കുമ്പോൾ പേപ്പർ റോൾ വന്നതാണ്. എന്നിട്ട് ഈ പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ് വിവി പാച്ചിന്റെ അടയ്ക്കുക. എന്നിട്ട് ഈ ലാച്ച് അടയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവിടെയും ഇവിടെയും ടോയിൽ ഉപയോഗിച്ച് കെട്ടി ഇപ്പോൾ കാണിച്ച അഡ്രസ് ടാഗ് വെച്ചിട്ട് വാറ്റ് സീലിംഗ് നടത്തണം. അപ്പോൾ ബാറ്ററി ഇട്ടു, ബാരൽ ലേബൽ വെച്ചു, പേപ്പർ റോൾ ഇട്ടു, ഒരു സീരിയലായിട്ട് വരികയല്ലേ. ഇനിയാണ് നമുക്ക് ചെയ്യാനുള്ളത് ഈ 3 ഡിവൈസും കൂടി ഒന്ന് കണക്ട് ചെയ്യണം. അതിനാണ് നേരത്തെ സാറിന് ഒരു സൂത്രവാക്യം ഇവിടെ അറിയാമല്ലോ എന്താണ്. എല്ലാം പഠിച്ചെടുത്തിരിക്കുക. ബി വി സി. ബി എന്ന് പറഞ്ഞാൽ ബാലറ്റ് യൂണിറ്റ്, വി എന്ന് പറഞ്ഞാൽ വിവി പാച്ച്, സി എന്ന് പറഞ്ഞാൽ കൺട്രോൾ യൂണിറ്റ്. അപ്പോൾ ആദ്യത്തെ ബി എന്ന് പറഞ്ഞാൽ ബാലറ്റ് യൂണിറ്റ്. ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ എടുക്കണം. അപ്പൊ ഈ കേബിളിന് മുമ്പൊരു കഥ പറയാം. കേബിള് 5 മീറ്റർ നീളമാണ്. എൻഡിൽ എന്തുണ്ട്? ഒരു കണക്ടർ ഉണ്ട്. ചുരിദാർ പോലെ ഒരു വശത്ത് റെഡ് ഉണ്ട്, മറുവശത്ത് ബ്ലാക്ക് ഉണ്ട്. കണ്ടല്ലോ, ഇത് രണ്ടും ലാച്ചുകളാണ്. ഈ ലാച്ചുകൾ ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് കണക്ട് ചെയ്യാം, പ്രസ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്കണക്ട് ചെയ്യാം. പക്ഷെ കണക്ട് ചെയ്യുമ്പോൾ പ്രസ് ചെയ്യാതെയും നമുക്ക് കണക്ട് ചെയ്യാം. പക്ഷെ തിരിച്ച് ഡിസ്കണക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കണം? ഇല്ലെങ്കിൽ അതിന്റെ ഭാവി അന്ന് തന്നെ തീരുമാനിക്കും. ഏതാ? കമ്മീഷനിങ് ടേബിളിൽ തിരിച്ചു വലിച്ച് എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ വയർ ഇരിക്കും, ഈ കണക്ടർ എവിടെ ഇരിക്കും? അവിടെ ഇരിക്കും. അപ്പോൾ ബാലറ്റ് യൂണിറ്റിന്റെ കേബിൾ കണക്ടർ എടുത്തിട്ട് എങ്ങോട്ട് പോകണം? ബി. അപ്പോൾ കണക്ഷന് വേണ്ടി വിവി പാറ്റിന്റെ കേബിൾ കണക്ടർ കമ്പാർട്ട്മെന്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തല്ലോ. എന്നിട്ട് ഈ കണക്ടർ എടുത്തിട്ട് ഇതിന്റെ ഉള്ളിലുള്ള സോക്കറ്റിലേക്ക് റെഡിനോടും ബ്ലാക്കിനോടും ചേരത്തക്ക നിലയിൽ അവിടെ ഒരു ക്ലിക്ക് ശബ്ദം കേട്ടില്ല. അപ്പൊ നമുക്കിവിടെ ആ ക്ലിക്ക് ആയിട്ടുള്ള ശബ്ദം, അതായത് പ്രോപ്പർ അതിന്റെ ഒരു കണക്ഷൻ ആണ്. അല്ലാതെ വയ്യാവേരി കണക്കൊന്ന് കണക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് വിട്ടുപോകും. പിന്നെ നമ്മുടെ കമ്മീഷനിങ് ശരിയാവില്ല. അങ്ങനെ ഈ ഡോർ നമുക്ക് അടച്ചു വെക്കാം. ഒരു കണക്ഷൻ ആയല്ലോ, ആയി. അടുത്ത എന്തുവാ? വി അല്ലേ? വിയിൽ എന്തുണ്ട്? ഇതേപോലെ കേബിൾ ഉണ്ട്, കണക്ടർ ഉണ്ട്, റെഡ് ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്. അതെടുത്തിട്ട് എവിടെ കണക്ട് ചെയ്യണം? സിയിൽ കണക്ട് ചെയ്യണം. അപ്പോൾ കൺട്രോൾ യൂണിറ്റ് എടുത്ത് അതിന്റെ ബാക്ക് സൈഡിൽ നേരത്തെ പറഞ്ഞ രീതിയിലൊക്കെ ആ ഡോറ് തുറന്ന് അപ്പോൾ ഇതുപോലെ റെഡ് നോക്കി നമ്മൾ കണക്ട് ചെയ്തു. ഓക്കെ ആയല്ലോ. അപ്പൊ നമ്മുടെ കണക്ഷൻ പൂർത്തിയായി. നമ്മൾ നമ്മുടെ ആ ഉദ്യമം പൂർത്തിയാക്കാൻ പോവുകയാണ്, ഗോൾ നേടിയെടുക്കാൻ പോവുകയാണ്. നമ്മൾ കണക്ഷൻ പൂർത്തിയാക്കി. അതിനു മുൻപ് ബാരൽ ലേബൽ വെച്ചു, പേപ്പർ റോൾ വെച്ചു, ബാറ്ററി ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് ആദ്യം കൺട്രോൾ യൂണിറ്റിനെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞ കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ ഉള്ള കമ്പാർട്ട്മെന്റ് തുറക്കണം. ഈ കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ കമ്മീഷനിങ് എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ് ആണ്. ഇതിനു വേണ്ടി കാൻഡിഡേറ്റ് അല്ല പവർ ഓൺ ചെയ്തായിരുന്നു. അത് പറയാൻ കണക്ഷൻ പൂർത്തിയായി. അത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? പവർ ഓൺ ചെയ്യണം. കൂട്ടത്തിൽ ഇവിടെ നോബ് വർക്കിംഗ് മോഡിൽ ഇട്ട് കൊടുക്കണം. അതാണല്ലോ വർക്കിംഗ് മോഡിൽ. പവർ ഓൺ ചെയ്യാം കേട്ടോ. ഈ കാണുന്ന ടോഗിൾ സ്റ്റീൽ കളറിലുള്ള സ്വിച്ച് ഓൺ പൊസിഷനിലേക്ക് ഇടുന്നു. അപ്പോൾ തന്നെ ഡിസ്പ്ലേ വരികയാണ്. അപ്പൊ ഡിസ്പ്ലേ വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു പ്രോസസ് ഇങ്ങനെ കറങ്ങി നടക്കും. ഈ കൺട്രോൾ യൂണിറ്റ് ഡിസ്കവർ ചെയ്യും, ബാലൻസ് യൂണിറ്റിനെയും
VVPAT ഒക്കെ ഡിസ്കവറി ഉണ്ടോ എന്ന് നോക്കും, അതെല്ലാം പ്രോപ്പർ ആണോ എന്ന് നോക്കും, അതിന്റെ ആ വർക്കിംഗ് മോഡിലാണോ VVPAT ലോ എന്നൊക്കെ നോക്കിയിട്ട് EVM ഈസ് ഓക്കെ എന്നുള്ളൊരു മെസ്സേജ് നമുക്ക് കിട്ടും. അത് കിട്ടുന്നതുവരെ നമ്മളിങ്ങനെ നോക്കി ഇരിക്കണം. അതിനിടയിൽ നമുക്ക് പറയാം, സമയമുണ്ടല്ലോ, ഇത് ആയിക്കോട്ടെ. ഈ കാൻഡിഡേറ്റ് സെറ്റ് പൂർത്തിയായി കഴിഞ്ഞാൽ, അതായത് നമ്മൾ ബട്ടൺ അമർത്തി ആ പ്രോസസ്സിന്റെ റിസൾട്ട് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടം സീൽ ചെയ്യണം. ടോയ്ലറ്റ് കെട്ടി അഡ്രസ് വാക്സിൻ, ബാറ്ററി ഇട്ട ഇവിടെയും ടോയ്ലറ്റ് കെട്ടി അഡ്രസ്. ബാലറ്റ് യൂണിറ്റിന്റെ താഴെയും മുകളിലും ടോയ്ലറ്റ് കെട്ടി അഡ്രസ് ടാഗ് അറ്റാച്ച് ചെയ്ത് വാക്സിൻ റെഡി കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയാണ് കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യാൻ പോകുന്നത്. കാൻഡിഡേറ്റ് സെറ്റ് ചെയ്യുന്ന ബട്ടൺ ആ കമ്പാർട്ട്മെന്റ് തുറന്ന് ഈ പറയുന്ന സെറ്റ് ബട്ടൺ പ്രസ് ചെയ്യുന്നു. അപ്പൊ എന്ത് കാണാൻ പറ്റും? സെറ്റ് കാൻഡിഡേറ്റ് ഡാഷ് ഡാഷ് എന്ന് കണ്ടു. അപ്പൊ നമ്മൾ വിജയത്തിലേക്ക് എത്തുകയാണ്. ഇങ്ങനെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ബാലറ്റ് യൂണിറ്റ് എടുക്കണം. എത്ര സ്ഥാനാർത്ഥികളാണ് ഉള്ളത്, ആ അവസാന സ്ഥാനാർത്ഥി ആരാ? അവസാന സ്ഥാനാർത്ഥി നോട്ട. 5 ആണെങ്കിൽ 5-ാമതായിരിക്കാൻ നോട്ട. ആ അൺമാസ്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ബട്ടൺ നമ്മൾ അമർത്തുന്നു. അമർത്തി കഴിഞ്ഞാൽ ഒരു ലോങ് ബീപ്പോട് കൂടി കാൻഡിഡേറ്റ്സിന്റെ എണ്ണം 16 എന്ന് കാണിച്ചു. നമ്മൾ 16 പേർക്ക് ഇവിടെ സെറ്റ് ചെയ്തതാണ്. കാൻഡിഡേറ്റിന്റെ എണ്ണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാണിച്ചു. ഇപ്പൊ എന്ത് പൂർത്തിയായി? കാൻഡിഡേറ്റ് സെറ്റിംഗ് പൂർത്തിയായി. പിന്നെ എന്ത് ബാക്കിയുണ്ട്? സീലിംഗ് ബാക്കിയുണ്ട്. ആ സീലിംഗ് ആണ് ഇപ്പോൾ പറഞ്ഞത്. ഇവിടെയും ഇവിടെയും ബാറ്ററി ഇടുന്നിടത്തും കാൻഡിഡേറ്റ് സെറ്റ് സെക്ഷനിലും സീൽ ചെയ്യാറുണ്ട്. അതിനിടയിൽ നമ്മൾ കാര്യം ചെയ്യണമെന്ന് പറയുന്നത്, നമ്മൾ ചെയ്തത് ശരിയാണോ എന്ന് പരിശോധിക്കണം. അതിനുവേണ്ടി ഒരു മോക്ക് പോൾ ചെയ്യണം. മോക്ക് പോൾ ചെയ്യുന്നതിന് വേണ്ടി ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് 1-ാമത്തെ സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് ചെയ്ത് ബാലറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് 2-ാമത്തെ സ്ഥാനാർത്ഥി, അങ്ങനെ നമുക്കുള്ള സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും ഓരോ വോട്ടുകൾ വീതം ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? ഇവിടെ പ്രിന്റ് വരുന്നുണ്ട് വോട്ട് കൃത്യമായി. വിവിപാറ്റിലെ സീലിംഗിനെ കുറിച്ച് പറഞ്ഞു. ഇവിടെയും സീൽ ചെയ്യുക. അത്രയും നിലവിൽ വിവിപാറ്റിലുണ്ട്. പെട്ടിയുടെ പുറത്ത് ഒരു അഡ്രസ് ടാഗ് വെച്ചേക്കണം. സീലിംഗ് ഒന്നും വേണ്ട, ജസ്റ്റ് എഴുതി ഏത് പോളിംഗ് സ്റ്റേഷനിലേക്കാണ് എന്നുള്ളത് രേഖപ്പെടുത്തി വെക്കണം. ബാലറ്റ് യൂണിറ്റിൽ മുകളിലും താഴെയും നേരത്തെ പറഞ്ഞു. പിന്നെ പെട്ടിയുടെ പുറത്തൊരെണ്ണം വെറുതെ രേഖപ്പെടുത്തി കെട്ടിവെക്കുക. കൺട്രോൾ യൂണിറ്റിൽ കാൻഡിഡേറ്റ് സെറ്റിന്റെയും ബാറ്ററിയുടെയും ഭാഗത്തും പെട്ടിയിൽ ഒരെണ്ണവും മറ്റൊരു വാക്സ് സീലിംഗും ആണ്. അങ്ങനെ എത്ര സീലിംഗ് ആയി? അഡ്രസ് ആയിട്ട് 10ഓളം സീലിംഗ് ആയി. അഡ്രസ് ആയി 10ഓളം സീലിംഗ് ആയി. ഇത് പൂർത്തിയായി. അതായത് 10 തന്നെ വന്ന്, അതായത് എന്തുവാ? പിങ്ക് പേപ്പർ സീല്. ഈ പിങ്ക് പേപ്പർ സീല് പണ്ട് കാലത്ത് നല്ല ഇത്ര നീളമൊക്കെ ഉണ്ടായിരുന്നു അല്ലേ? ഓർക്കുന്നില്ലേ? നല്ല നീളമായിരുന്നു. ചുറ്റിപ്പോയി ഇങ്ങനെ കറക്കിക്കൊണ്ടുവരും ഇതിന്റെ ബാക്ക് താഴത്തെ ഭാഗത്ത്. ഇപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ, ഒരു 15-20 സെന്റിമീറ്റർ കാണാതിരിക്കാം അല്ലെ? ഇതിന് 2 ഭാഗങ്ങളുണ്ട്. ഒരു ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ 2ആയിട്ട് മാറും. അതിലൊന്ന് ബാലറ്റ് യൂണിറ്റിന്റെ മുകളിലും ഒന്ന് ബാലറ്റ് യൂണിറ്റിന്റെ താഴെയും ഒട്ടിക്കണം. എങ്ങനെ ഒട്ടിക്കണം? ബാലറ്റ് യൂണിറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. അതിന്റെ താഴ്ഭാഗത്ത് ഈ കാണുന്ന പിങ്ക് പേപ്പർ സീലിന്റെ ഒരു സ്കാൻ ചെയ്യാനുള്ള ഒരു കോഡ് ഇവിടെ ഉണ്ട്. അത് കാണത്തക്ക നിലയിൽ ഇങ്ങനെ ഒട്ടിക്കണം. അതുപോലെ തന്നെ മുകളിലും ഒരു പീസ് എടുത്തിട്ട് ഇങ്ങനെ ഒട്ടിക്കണം. അപ്പോൾ സീല് മറന്നുപോയി ഓർത്തല്ലോ, പിങ്ക് പേപ്പർ സീല് വേണം. ഇതിലൊക്കെ ഏജന്റുമാരുടെ ഒപ്പ് വാങ്ങാമെങ്കിൽ വാങ്ങുക. നമുക്ക് തന്നിട്ടുള്ള ഫോമിൽ
സൂപ്പർവൈസർ ഒപ്പിടുക, അതുപോലെ അസിസ്റ്റന്റ് ഒപ്പിടുക, സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെ ഒപ്പുവാങ്ങാനുള്ള ഫോം ഉണ്ടാകും. അതിൽ അവരുടെയും നമ്മുടെ ടേബിളിനോട് സമീപം ഇരിക്കുന്ന ഏജന്റുമാരുടെയും ഒപ്പുകൾ വാങ്ങുക. അപ്പൊ ഒരു സംശയം വന്നത്, പഞ്ചായത്ത് പോലെയല്ലേ ഒരാൾ ചോദിച്ചത്. അതായത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് നമ്മൾ കമ്മീഷൻ നടത്തിയത്. പക്ഷെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ത്രിതല പഞ്ചായത്തിൽ 3 തലങ്ങളുണ്ട്, 3 ബാലറ്റ് യൂണിറ്റ് ഉണ്ട്. അവിടെ സെറ്റ് ചെയ്യുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ഉണ്ട്. കാൻഡിഡേറ്റ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എത്ര പോസ്റ്റ് നിന്ന് ചോദിക്കും. അപ്പൊ 3 എന്ന് കൊടുക്കണം. 3 എന്ന് കൊടുത്തു കഴിയുമ്പോൾ ഫസ്റ്റ് പോസ്റ്റിന്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അതിന് കോഡി നമ്പർ കൊടുക്കണം. അങ്ങനെ ഒന്നും ഇവിടെ ഇല്ല. അത് പറഞ്ഞിപ്പോ അതിലൂടെ കൊണ്ടുവരണ്ട. ഇവിടെ എന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ് സെറ്റ് ബട്ടൺ കൺട്രോൾ യൂണിറ്റ് പ്രസ് ചെയ്യുക. ബാലറ്റ് യൂണിറ്റിൽ എത്ര സ്ഥാനാർത്ഥികളുണ്ടോ ആ സ്ഥാനാർത്ഥികളുടെ അവസാനത്തെ ബട്ടൺ പ്രസ് ചെയ്യും. അപ്പൊ വളരെ എളുപ്പമാണ്. പിന്നെ മോക്ക് പോൾ ചെയ്യണം. അത് ചെയ്യണമെന്ന് ചോദിച്ചു. മോക്ക് പോൾ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ള പ്രോസസ് ശരിയാണോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റുള്ളൂ. എല്ലാ സ്ഥാനാർത്ഥികളും വന്നിട്ടുണ്ടോ. പിന്നെ മോക്ക് പോൾ ചെയ്തത് ഡിലീറ്റ് ചെയ്യണം. അതിന് ക്ലോസ് ചെയ്യണം, റിസൾട്ട് നോക്കണം, ക്ലിയർ ചെയ്യണം. ഇല്ലെങ്കിൽ അതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ സെന്ററിൽ നിന്ന് പ്രിസൈഡിംഗ് ഓഫീസർ കൊണ്ടുപോകുമ്പോൾ ഇൻവാലിഡ് കാണിക്കും. അവർക്ക് വോട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം അങ്ങനെ വരും. ഇൻവാലിഡ് മാറ്റണമെങ്കിൽ നമ്മൾ തന്നെ പോസ്റ്റ് റിസൾട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ, ക്ലിയർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നമില്ല. പിന്നെ ബാലറ്റ് സ്ലിപ്പ് പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ എടുത്ത് കവറിലിട്ട് കൊടുത്തേക്കുക. എല്ലാം കൂടി ഒരുമിച്ച് കൊടുത്താൽ മതിയാവും. പക്ഷേ ആ സ്ലിപ്പ് കമ്പാർട്ട്മെന്റ് നമ്മൾ സീൽ ചെയ്യേണ്ട വിവിപാറ്റിൽ. നമുക്ക് വിവിപാറ്റിൽ സീൽ ചെയ്യുന്നത് ഈ പേപ്പർ റോൾ കമ്പാർട്ട്മെന്റ് മാത്രം. കാരണം പോളിംഗിന്റെ അന്ന് പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് മോക്ക് പോൾ നടത്തണം. മോക്ക് പോൾ നടത്തി കഴിഞ്ഞാൽ പേപ്പർ സ്ലിപ്പ് കമ്പാർട്ട്മെന്റിൽ നിന്നും സ്ലിപ്പ് എടുത്തിട്ട് ഒരു ബ്ലാക്ക് കവറിൽ ഇട്ടിട്ട് പിന്നെ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാക്കി പിങ്ക് പേപ്പർ സീൽ ഒട്ടിച്ച് തിരികെ കൊടുക്കേണ്ടതാണ് ആ സ്ലിപ്പ്. അതുകൊണ്ട് ആ ഭാഗം സീൽ ചെയ്യേണ്ട. അതുപോലെ തന്നെ റിസൾട്ട് സെക്ഷനും കൺട്രോൾ യൂണിറ്റിൽ നമ്മൾ സീൽ ചെയ്തു. റിസൾട്ട് സെക്ഷൻ ഉണ്ടല്ലോ ഈ കാണുന്ന താഴത്താണ്. അതും പ്രിസൈഡിംഗ് ഓഫീസർമാർക്ക് മോക്ക് പോൾ ചെയ്തതിന് ശേഷം, പോസ്റ്റ് റിസൾട്ട് ക്ലിയർ ചെയ്തതിന് ശേഷം ഒരു പക്കാ സീലിംഗ് ഉണ്ട്. സ്പെഷ്യൽ ടാഗ്, ഗ്രീൻ പേപ്പർ സീല് AB എന്ന് പറഞ്ഞ, പിന്നെ ഏറ്റവും പുറത്ത് അഡ്രസ് ടാഗ്. അങ്ങനെ 3 സീൽ ചെയ്തിട്ട് ആക്ച്വൽ പോൾ അവർക്ക് തുടങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ ചോദ്യത്തിൽ വന്നത്. അത് പറഞ്ഞു കഴിഞ്ഞു.